1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. വൃശ്ചികക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗവും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. അരിഷ്ടതകൾ ഉണ്ടെങ്കിൽ കുറയുന്നു. രോഗം മൂലം എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും കുറയുന്ന ഒരു സമയമാണിത്. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറയുന്നു. അസൂയ നിറഞ്ഞ ആൾക്കാരുടെയും ശത്രുക്കളെയായിട്ടുള്ള പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ കുറയുന്നു. അതുപോലെ മനോദുഃഖങ്ങൾ മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ദമ്പതിമാർ തമ്മിൽ പിണങ്ങിയാണ് താമസിക്കുന്നതെങ്കിൽ അവർ തമ്മിൽ ഒന്നിക്കുന്നതിന് ഒരു യോഗം കാണുന്നുണ്ട്. അവർ തിരിച്ചു വരാം. എന്തെങ്കിലും തെറ്റിദ്ധാരണ മുഖാന്തരം പോയതായിരിക്കാം, അത് തിരിച്ചു വരാം. പല വഴികളിലൂടെയും ഉള്ള ധനനഷ്ടങ്ങൾ കണ്ടുപിടിച്ച് അതെല്ലാം ഒഴിവാക്കാനും സാധിക്കുന്നു. അത് തന്നെ വലിയൊരു അനുഗ്രഹമാകുന്നു. കലഹങ്ങൾ ഒഴിവാക്കാം. മറ്റുള്ള ആൾക്കാരോടുകൂടിയുള്ള ദേഷ്യം അല്ലെങ്കിൽ കലഹം അതെല്ലാം ഒന്ന് ഒഴിവാക്കി യോജിപ്പിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ ഏതിനെയും അകാരണമായ ഒരു ഭയം ഉണ്ടായിരുന്നതും മാറിക്കിട്ടുന്നു. ആവലാതി ഉണ്ട്, സംശയം അതെല്ലാം മാറിക്കിട്ടുന്നു. ധനലാഭം ഉണ്ടാകുന്നു. ശ്രമിച്ചു കഴിഞ്ഞാൽ ധനം ധാരാളം സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണിത്. ധനം ആവശ്യത്തിന് സമ്പാദിച്ചു വയ്ക്കുക. വരുന്ന മാസങ്ങളിൽ ധനത്തിന് ഇത്തിരി ആവശ്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. അടുത്ത മാസത്തിൽ ഇത്തിരി ധനത്തിനൊക്കെ ആവശ്യം വരാം. അതുകൊണ്ട് അത് സമ്പാദിച്ചു വയ്ക്കുക. സാമ്പത്തിക തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്നാൽ ആ ധനം സമ്പാദിച്ച് വച്ചു കഴിഞ്ഞാൽ അത് നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിച്ചാലും അതിൽ നിന്നും ഗുണങ്ങൾ കിട്ടും. ആവശ്യം വരുമ്പോൾ യഥേഷ്ടം അവ പിൻവലിക്കാൻ ഉതകുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ വേണം നിക്ഷേപിക്കാൻ. മറിച്ചായാൽ നഷ്ടം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചാൽ തിരികെ ലഭിക്കില്ല. അതായത് ഈ ചില ബാങ്കുകളിലും ചില ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ നിക്ഷേപിച്ചാൽ അത് പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അത് നഷ്ടം വരികയോ ഏതെങ്കിലും രീതിയിൽ തിരിമറി നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ധനം ലഭിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് ധനമെല്ലാം നല്ല പദ്ധതികളിൽ നിക്ഷേപിക്കുക. പെൻഷൻ ആനുകൂല്യങ്ങൾ മറ്റു സമ്പാദ്യങ്ങളൊക്കെ കിട്ടാനൊരു സാധ്യതയുണ്ട്. അത് എല്ലാം തന്നെയും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നേരത്തെ പ്രവചിച്ചതുപോലെ നല്ല സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുക. അല്ലെങ്കിൽ പണം നഷ്ടപ്പെടും. ആരും പറയുന്നത് കേട്ട് മോശമായ ഒരു സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കരുത്. പണം നഷ്ടമാകും. ഇത് ഞാൻ കൂടുതൽ പറയാൻ കാര്യം, എവിടെ നിന്നൊക്കെ പണം കിട്ടുമ്പോൾ അതെല്ലാം നല്ല പദ്ധതിയിൽ നിക്ഷേപിക്കാൻ ഞാൻ പറയാൻ കാര്യം, നിങ്ങൾക്ക് ഈ ആൾക്കാർക്ക് കുറേ വൃശ്ചികക്കൂറിൽ ജനിച്ചവർക്ക് ധാരാളം പൈസ കിട്ടേണ്ട ഒരു സമയമുണ്ട്. പല വഴിക്കും പെൻഷൻ പൈസയും മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കിട്ടേണ്ട സമയമുണ്ട്. അതുകൊണ്ടാണ് അത് സുരക്ഷിതമായിട്ട് ഞാൻ സൂക്ഷിക്കാൻ പറഞ്ഞത്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ മാസം വീട് പാല് കാച്ചാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. ദാമ്പത്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വയം ഒരു മേശയ്ക്ക് കീഴിലിരുന്ന് രണ്ടുപേരും സംസാരിച്ച് തീർക്കുക. നഷ്ടം വരാതെ, അതായത് ദാമ്പത്യ ജീവിതം നഷ്ടപ്പെടാണ്ട് സൂക്ഷിക്കുക. പുത്രനുമായി ഒരു പിണക്കം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തൊഴിലിൽ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. സർക്കാരിൽ നിന്നും പല നോട്ടീസുകൾ ലഭിക്കാം. തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ തോൽക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിന് എല്ലാ വൃശ്ചികക്കൂറുകാരും തിരഞ്ഞെടുപ്പിൽ നിൽക്കാനല്ല പറഞ്ഞത്. ഇത് തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാൻ മുമ്പ് പറഞ്ഞതൊക്കെ പോലെ യോഗമുള്ള ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജയിക്കാൻ സാധിക്കും. ശ്രീ മഹാഗണപതിയെയും ശ്രീ ഭദ്രകാളി ദേവിയെയും ശരണം പ്രാപിക്കുക. ഈ തടസ്സങ്ങളും ശത്രുദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. അടുത്ത ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ വേർതിരിച്ചാണ് ഞാൻ പറയുന്നത്. പ്രായത്തിനനുസരിച്ചാണ്. വിശാഖം നക്ഷത്രക്കാർക്കാണ് ആദ്യം പറയുന്നത്. 9 വയസ്സ് വരെയുള്ള വിശാഖ നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കാം. സമ്പത്തും മറ്റ് ഐശ്വര്യങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും വഴിക്കുള്ള പിതൃസ്വത്തുക്കൾ ഭാഗം വെച്ച് നിങ്ങൾക്ക് അതിലൊരു ഓഹരി കിട്ടാം. വീട് ആയിട്ട് കിട്ടാം, അല്ലെങ്കിൽ വസ്തു മാത്രമായിട്ട് കിട്ടാം, അല്ലെങ്കിൽ ആരെങ്കിലും അത് എടുത്തിട്ട് പണം നിങ്ങൾക്ക് തരാം. അങ്ങനെയൊക്കെ കിട്ടുന്നതിനുള്ള ഒരു ഭാഗ്യം ഈ മാസം കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു വീട് വാങ്ങുന്നതിനും ഒരു ഭാഗ്യമുണ്ട്. ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കാം.
ആരോഗ്യം പൊതുവെ തൃപ്തികരവുമായിരിക്കും. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചില വിശാഖ നക്ഷത്രക്കാർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ വരാം. കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ പോലീസ് പരാതി, കോടതി നടപടികൾ വരാനൊരു സാധ്യതയുള്ളതിനാൽ ഈ പ്രായത്തിൽ കൂട്ടുകെട്ടുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം. അവസാനത്തെ 4 വർഷങ്ങൾ 24 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ ഒരു നല്ല സമയമാണ്. വിദ്യാഭ്യാസങ്ങൾ ഇത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ വിദ്യാഭ്യാസം ഒരു തടസ്സവുമില്ലാതെ നല്ല രീതിയിൽ നടന്നു പോകാൻ സാധിക്കുന്നു. അതുപോലെ കിട്ടിയ തൊഴിൽ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ കിട്ടിയ തൊഴിലിനെ നഷ്ടപ്പെടുത്താണ്ടിരിക്കുക. ഈ നിലവിലുള്ള ജോലിയിൽ ഇരുന്നു കൊണ്ട് വേറെ നല്ല ജോലിക്ക് ശ്രമിക്കുക. ആ നല്ല ജോലി കിട്ടിയതിന് ശേഷം ഇതിനെ രാജിവെച്ചാൽ കുഴപ്പമില്ല. ആരോഗ്യം ഒരു പരിധിവരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ തൻ്റേതായിട്ടുള്ള കഴിവുകൾ തെളിയിക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട തൊഴിൽ, വളരെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന തൊഴിൽ നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകാൻ എല്ലാത്തിനും അവർക്ക് സാധിക്കും. വാഹനം, വീട്, സ്ഥലം എന്നിവയെല്ലാം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുപോലെ ധനധാന്യ സമൃദ്ധികളുണ്ടാകും. ശരീരത്തിനുണ്ടായിട്ടുള്ള അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. അലർജിയുടെ ചെറിയ ഉപദ്രവങ്ങൾ ഉണ്ടാകാം എന്നതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. തൊഴിലിൽ നല്ല രീതിയിലുള്ളൊരു പുരോഗതി ഉണ്ടാകും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഈ അവസരത്തിൽ സാധിക്കും. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെയുള്ളവർക്ക് അശ്രദ്ധ കാണിക്കാതിരുന്നാൽ ധാരാളം ധനനേട്ടം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുകൊണ്ട് ധനം നിലനിർത്താൻ കൂടി വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ധനം എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നല്ല ഒരു നിക്ഷേപ പദ്ധതികളിൽ സൂക്ഷിക്കുക. കൂടാതെ ഐശ്വര്യം നിലനിർത്താൻ വേണ്ടുന്ന പൂജകൾ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലത്തെ പ്രയാസങ്ങൾ മാറി വളരെ സന്തോഷവും സമൃദ്ധിയും കിട്ടുന്ന ഒരു സമയമാണ്. വീടും പുതിയ വാഹനങ്ങളും സ്ഥലവും തോട്ടങ്ങളാണെങ്കിൽ തോട്ടങ്ങളെല്ലാം അവർക്ക് വാങ്ങാൻ സാധിക്കും. ഉന്നതങ്ങളിൽ നിന്ന് അവർക്ക്, അതായത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ അവർക്ക് അവാർഡുകൾ കിട്ടുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം നടക്കുന്ന ഒരു സമയവും കൂടിയാണ്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പലതരത്തിലുള്ള ധനനേട്ടങ്ങൾ വന്നു ചേരാം. സമ്പാദ്യ പദ്ധതികളിൽ നിന്നൊക്കെ ധാരാളം ധനനേട്ടം വരാം. ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊന്നും കാര്യമാക്കേണ്ട കാര്യം വരുന്നില്ല. കൃത്യമായ ചികിത്സ, അതായത് വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ്. അടുത്ത അനിഴം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 13 വയസ്സ് വരെയുള്ള അനിഴം നക്ഷത്രക്കാർക്ക് സ്വദേശം വിട്ട് അച്ഛനമ്മമാരുമായി അന്യദേശത്തേക്ക് പോയി താമസിക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പല രീതിയിലുള്ള ചൂഷണങ്ങൾ നടക്കാനുള്ളൊരു സന്ദർഭം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പല തെറ്റുകളിൽ അറിയാണ്ട് ചെന്ന് ചാടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ പ്രായത്തിൽ ഈ കുട്ടിയെ ശ്രദ്ധിക്കുക. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കുറച്ച് കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ മാനഹാനി, അങ്ങനെയൊക്കെ കുറച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ അവർക്ക് മാറിക്കിട്ടുന്നു. അവർക്ക് നല്ല സംരക്ഷണം ലഭിക്കുന്നു. ബുദ്ധിപരമായി നല്ല കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു പക്വത അവർക്ക് ലഭിക്കുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. ആ വിദ്യാഭ്യാസം ലഭിക്കുക വഴി അവർക്ക് നല്ല ഒരു തൊഴിലിൽ അവർ പ്രവേശിക്കുന്നതിന്, നല്ല പദവിയുള്ളൊരു തൊഴിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ധനലാഭം പ്രതീക്ഷിക്കാം. ഇഷ്ടപ്പെട്ട വാഹനം അവർക്ക് സ്വന്തമാക്കാനും വീട് സ്വന്തമാക്കാനും ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്താനും എല്ലാത്തിനും അവർക്ക് സാധിക്കുന്നു. ചെറിയ ചെറിയ രോഗങ്ങൾ വരുമെങ്കിൽ അതൊന്നും ഒരു ഭയക്കേണ്ട കാര്യമായിട്ട് കാണുന്നില്ല. 30 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ളവർക്ക് ദമ്പതിമാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ഇത് ഒരു വേർപിരിയേണ്ട ഒരു സന്ദർഭം കാണുന്നുണ്ട്. അതിൽ ചിലപ്പോൾ ദമ്പതിമാർ തമ്മിൽ വിദേശ രാജ്യങ്ങളിലാണ്, പരസ്പരം കണ്ടുമുട്ടാത്ത സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അതൊരു വേർപാടായി കണക്കാക്കാം. അത് ചിലരുടെ ഇടയിൽ ബന്ധം വേർപിരിയാനും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഒന്ന് ഒഴിവാക്കാവുന്നതാണ്. ഒഴിവാക്കിയില്ലെങ്കിൽ ധാരാളം ധനം നഷ്ടപ്പെടുവാനായിട്ടും സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. 37 വയസ്സ് മുതൽ 57 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങാൻ സാധിക്കും. ധാരാളം സമ്പത്തുണ്ടാകും. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ
ദേശത്തിൻ്റെ ഒരുപക്ഷെ അവർക്ക് ദേശത്തിൻ്റെ ഭരണാധികാരി ആകാനും അവർക്ക് സാധിക്കും. ഇതിലെ ഒരു രണ്ടാം വിവാഹവും കൂടി ചില അനിഴം നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പുനർവിവാഹം കഴിക്കാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. കണ്ണിനും ഉദരത്തിലും ചില രോഗങ്ങൾ വരുമെങ്കിലും അതൊക്കെ തക്കതായ ചികിത്സ മൂലം മാറിക്കിട്ടുന്നു. 57 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ളവർക്ക് പല ദുഃഖങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാകേണ്ട ഒരു സാധ്യതയുണ്ട്. ധനനാശം വരാം. അന്യദേശവാസം കാണുന്നു. വിദൂര ദേശങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വളരെ ദൂരെയുള്ള സംസ്ഥാനങ്ങളിലോ പോയി താമസിക്കേണ്ടതായിട്ട് വന്നേക്കാം. അതുപോലെ അവരുടെ വേണ്ടപ്പെട്ടവർ, അവരുടെ വളരെ ആപത്തിൽ സഹായിച്ചിരുന്ന പല ആൾക്കാർ, അതിൽ ചില ആൾക്കാർ, ഒരാൾ മരണപ്പെടേണ്ട ഒരു സാധ്യതയുണ്ട്. ഈ സമയം ചില നിങ്ങളോട് അസൂയുള്ള ആൾക്കാർ കള്ള പരാതികൾ പോലീസിൽ കൊടുക്കുകയും അതുമൂലം ചിലത് കോടതി നടപടി ഉണ്ടാകാനും അത് അവസാനം നിങ്ങൾ അതിൽ നിന്ന് നിരപരാധിയാണെന്നുകൊണ്ട് വിട്ടയക്കാനും ഒരു സന്ദർഭം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഭിചാര ക്രിയകളിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ഭയം ജനിപ്പിക്കാൻ വേണ്ടി ശത്രുക്കൾ ചില ക്രിയകളൊക്കെ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. 63 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം പണം ലഭിക്കുന്ന ഒരു സമയമാണ്. പുതിയ വാഹനം ഉണ്ടാകാം, അവർക്ക് വീടുണ്ടാകാം, പുതിയ രീതിയിലുള്ള അവർക്ക് പല സംരംഭങ്ങൾ അവർക്ക് തുടങ്ങാൻ സാധിക്കും. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ വളരെ സന്തോഷമായ ഒരു ജീവിതം അവർക്ക് ഈ സമയം ലഭിക്കും. ഇനി കാർഷിക മേഖലയിൽ ഉള്ളവർക്കാണെങ്കിൽ അതിൽ നിന്ന് ധാരാളം പണം ലഭിക്കുന്ന ഒരു സമയമാണ്. 73 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ടതായിട്ടുള്ള ഒരു സന്ദർഭം കാണുന്നുണ്ട്. മുറിവ്, ചതവ്, ഒടിവ് എന്നിവ നിമിത്തം ഒരു സർജറി ഉണ്ടാകാം. എല്ലിൻ്റെ ഒരു സർജറിയാണ് കാണുന്നത്. അത് ചിലവുകൾ വരാം. അതുപോലെ തന്നെ രക്തദോഷം വരുന്നതിന്, രക്തത്തിൽ അണുബാധയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പിത്ത രസത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലമുള്ള ഒരു അസുഖങ്ങളും വരാം. അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാർക്കുള്ളതാണ്. 9 വയസ്സ് വരെയുള്ള തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ബന്ധുക്കളെല്ലാം ഒത്തുചേരുകയും വേണ്ടുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള സംരക്ഷണവും മറ്റുള്ള എല്ലാ ചിലവുകളും അവർ വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സന്തോഷം ലഭിക്കാം. അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രയോജനങ്ങളും നിങ്ങൾക്ക് ലഭിക്കാം ഈ സമയം. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിൽ ചില തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ അവർക്ക് വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അവരെ ഐശ്വര്യത്തിനുമൊക്കെ കോട്ടം സംഭവിക്കാം. അതുപോലെ തന്നെ മതപരമായ വിശ്വാസങ്ങൾക്കും ആരാധനകൾക്കും ഉപാസന ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മുടക്കം വരുന്നതിനുള്ളൊരു സാധ്യത കൂടി കാണുന്നുണ്ട്. പല ആപത്തുകളും വരാം. അവരെ സഹായിച്ചിരുന്ന, അവരെ വളരെയധികം എല്ലാ കാര്യത്തിനും സഹായിച്ചിരുന്ന ഒരാൾ മരണപ്പെടുവാനും അല്ലെങ്കിൽ വേറെ രീതിയിൽ വളരെ വിദൂരത്തേക്ക് അവർ പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. 16 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചതുപോലെ അവർക്ക് നടത്താൻ സാധിക്കും, നടന്നു കിട്ടും. വിദ്യാഭ്യാസം യാതൊരുവിധ തടസ്സവുമില്ലാണ്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന്, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് അവർക്ക് ഭാഗ്യം കാണുന്നുണ്ട്. തൊഴിൽ ലഭിക്കുന്നതിന് ഭാഗ്യമുണ്ട്. വിശേഷപ്പെട്ട അതിഥികളുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാനും അവർക്ക് ക്ഷണം ലഭിക്കുന്നതാണ്. അതുമൂലം അവർ വിചാരിച്ചിരിക്കാതെ തന്നെ അവർക്ക് നല്ല ഒരു പദവി ലഭിക്കുക, ഒരു ഉദ്യോഗം ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുമൂലം ധാരാളം സമ്പത്തും ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കാം. 36 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് പല രീതിയിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങൾ വന്നേക്കാം. അതുപോലെ ധനച്ചെലവുകൾ ധാരാളം വരാം. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടെ തൊഴിൽ ചെയ്യുന്നതിനും സാധിക്കുന്നു. മുറിവ്, ചതവ്, ഒടിവ് വരാതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ഉറ്റ ബന്ധുക്കളാരോ മരണപ്പെടുന്നതിനൊരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. 42 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങളെല്ലാം മാറി അവർക്ക് വളരെയധികം പ്രതാപവും ഐശ്വര്യവും പദവിയും ആഡംബര ജീവിതവും ലഭിക്കുന്ന ഒരു ഭാഗ്യമുള്ള സമയമാണിത്. 52 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ളവർക്ക് ചില അവയവങ്ങൾക്ക് സർജറി വേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സർക്കാരിൽ നിന്നുള്ള ഭയം ഉള്ള നോട്ടീസുകൾ, അതായത് ചിലപ്പോൾ അവർക്ക് വരേണ്ടത് ഇൻകം ടാക്സോ അങ്ങനെയൊക്കെയുള്ള ടാക്സ് സംബന്ധമായിട്ടാണ് കാണുന്നത്. അത് ശ്രദ്ധിച്ച് അതിനു വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ കോടതി നടപടികൾ ഉണ്ടാകാനൊരു സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ മോഷ്ടാക്കളിൽ നിന്നുള്ള ഭയം കാണുന്നുണ്ട്. മോഷ്ടാക്കൾ നിങ്ങളുടെ വിലയേറിയ വസ്തുക്കൾ മോഷ്ടിക്കപ്പെട്ടുകൊണ്ട് പോകാൻ സാധ്യതയുള്ളതിനാൽ വളരെ വില കൂടിയ വസ്തുവകകൾ നിങ്ങൾ സൂക്ഷിക്കുക. 59 വയസ്സ് മുതൽ 77 വയസ്സ് വരെ അതിന് മുകളിലോട്ടുള്ളവർക്ക് അശ്രദ്ധ കാരണം ബുദ്ധിമോശം വന്നതിനാൽ, അതായത് ഇതിൽ ചില
തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അതായത് സർക്കാരിൽ നിന്നുള്ള നോട്ടീസുകൾ അവഗണിച്ചത് മൂലം അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ഒരു സാധ്യത ഈ സമയം കാണുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബുദ്ധിമോശം പ്രവർത്തിച്ചതിൽ അവർക്ക് പശ്ചാത്തപിക്കേണ്ടതായിട്ടും വന്നേക്കാം. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ ജ്യോതിഷപരമായോ പൂജപരമായുള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മേടമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.